ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്നതായ കുറച്ച് കാര്യങ്ങൾ. അതായത് ഏപ്രിൽ 1 മുതൽ വരുന്നതായ മാറ്റങ്ങൾ. അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറയുന്നു, എന്നിട്ട് അത് വിശദീകരിച്ച് പറയുന്നതാണ്. അത് ഒന്നാമത്തേത് ആദായ നികുതി, രണ്ടാമത്തേത് തീവണ്ടി ടിക്കറ്റ്, 3 പാൻ ആധാർ, 4 ഓഹരി, 5 ഫാസ്ടാഗ്, 6 ക്രെഡിറ്റ് കാർഡ്, 7 ATM, 8 ഡിജിറ്റൽ ഇടപാട്. അപ്പം ഇവയിൽ വരുന്ന മാറ്റങ്ങളാണ്, ഏപ്രിൽ 1 മുതൽ വരുന്ന മാറ്റങ്ങളാണ്. ഞാനിനി ഓരോന്നായിട്ടത് വിശദീകരിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 1 ആദായ നികുതി. അത് പറയുന്നത് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിലാകും. ഇതനുസരിച്ച് ഇനി നികുതി വർഷം മാത്രം സ്രോതസ്സിലെ നികുതി സംബന്ധിച്ച് തൊഴിൽദാതാവ് നൽകുന്ന ഫോം 16 പകരം ഇനി ഫോം 130 ആയിരിക്കും. ഫോം 16A എന്നത് ഫോം 131 ആകും. അടുത്തത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ സ്രോതസ്സിൽ ശേഖരിക്കുന്ന നികുതി 5% നിന്ന് 2% കുറയും. അപ്പം ഇതാണ് ആദായ നികുതിയുടെ കേട്ടോ. അടുത്ത് രണ്ടാമത്തേത് തീവണ്ടി ടിക്കറ്റ്. അത് പറയുന്നത് ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുമ്പോഴുള്ള റീഫണ്ടിന് പുതിയ സമയക്രമം. അതായത് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ മുഴുവൻ തുക, 72 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിലായാൽ 25% തുക നഷ്ടമാകും. 24 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിലായാൽ പകുതി തുക മാത്രം. 8 മണിക്കൂറിൽ താഴെയായാൽ മുഴുവൻ തുകയും നഷ്ടമാകും. ഇതാണ് തീവണ്ടി ടിക്കറ്റിനുണ്ടാകുന്ന മാറ്റങ്ങൾ കേട്ടോ. അടുത്തത് വന്നിട്ട് പാൻ ആധാർ. അത് പറയുന്നത് പാൻ കാർഡിനായുള്ള അപേക്ഷകൾക്ക് ജനനത്തീയതി തെളിയിക്കുന്നതിനുൾപ്പെടെ കൂടുതൽ രേഖകൾ നൽകേണ്ടി വരും. ആധാർ മാത്രം നൽകി പാനിന് അപേക്ഷിക്കാനാകില്ല. അടുത്ത് പറയുന്നത് പാൻ കാർഡിൽ പേര് രേഖപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ ആധാറിലെയും പാനിലെയും പേര് കൃത്യമായിരിക്കണം. ഇതാണ് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അടുത്തത് ഓഹരിയാണ് കേട്ടോ. അത് പറയുന്നത് ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന നേട്ടത്തിന് മൂലധന നേട്ട നികുതി. അത് അടുത്തത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഓഹരി കൈമാറ്റ നികുതി STT ഉയരും. അതാണ് അത് പറയുന്നത് കേട്ടോ. ഇനി വന്നിട്ട് അടുത്തത് ഫാസ്ടാഗ്. ഫാസ്ടാഗ് വാർഷിക പാസിൻ്റെ ഫീസ് 3000 രൂപയിൽ നിന്ന് 3075 രൂപയായി കൂടും. അതാണ് അത്. ഇനി അടുത്തത് ക്രെഡിറ്റ് കാർഡാണ് കേട്ടോ. അത് പറയുന്നത് SBI ക്രെഡിറ്റ് കാർഡിൽ പോയിൻ്റ് റെഡീം ചെയ്യുന്നതിനുള്ള ചുരുങ്ങിയ പരിധി 4000 പോയിൻ്റ് ആക്കി. രൂപേ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവള റെയിൽവേ ലോഞ്ചുകളിൽ സൗജന്യ പ്രവേശനം ഉണ്ടാകില്ല കേട്ടോ. അതാണത്. ഇനി അടുത്തത് ATM. UPI ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് മാസം തോറുമുള്ള സൗജന്യ ATM ഇടപാടുകളുടെ ഭാഗമാക്കുകയാണ് STFC. അതായത് ഇനി മുതൽ UPI വഴി ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് ATM ഇടപാടായി പരിഗണിക്കും കേട്ടോ. അടുത്തത് വന്നിട്ട് പ്ലാറ്റിനം, സെലക്ട്, ഗോൾഡ് ഡെബിറ്റ് കാർഡുകളിൽ ദിവസം ATMൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി കുറച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാവുന്ന കാർഡുകളിൽ നിന്ന് 50,000 രൂപയാവും. 1.5 ലക്ഷം പിൻവലിക്കാവുന്നത് 75,000 രൂപയുമായാണ് കുറച്ചത് കേട്ടോ. അടുത്ത് വന്നിട്ട് ഡിജിറ്റൽ ഇടപാട്. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 തട്ടിലുള്ള ഓതൻറ്റിക്കേഷൻ. ഇടപാടിൽ ഉൾപ്പെടുന്ന ഉപകരണം കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുന്ന രീതിയിലാകണം ഇതിലൊരെണ്ണം കേട്ടോ. അപ്പോൾ ഇവയിലൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. God bless you. Thank you for watching.